എങ്ങനെ ഇത്രയും വലിപ്പമുള്ളത് വേണം. 5 ഇതിന് പറ്റിയ അടപ്പ് എന്തെങ്കിലും ഉണ്ടോ? അടപ്പ് സ്റ്റീലിന്റെ മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഗൂഢഗുൽഫാ കൂർമപൃഷ്ട ജയിഷ്ണു പ്രപദാന്വിത. ഹലോ, ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. എന്റെ കൂടെ ഇത്രയും പേരുണ്ട്. അനിത, സുമ. ഹായ് പറയൂ സുമ. ശ്രദ്ധ, ശ്രേയതേ കിടന്നുറങ്ങാണ്. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഏറ്റവും പുറകെ ഒരു ആൺതരി ഉണ്ട്. ഹലോ പറയൂ, എഴുന്നേറ്റ് മുഖം കാണിച്ച്. ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള ആൺതരി അച്ചു. പിന്നെ ഇപ്പോ ഒരു ബ്ലോക്കിലാണ്. ഇവിടെ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അതാണ് ഇപ്പൊ വീഡിയോ എടുത്തത്. ഇത് കണ്ടോ, ഇത്രയും വണ്ടികളുണ്ട് മുന്നിൽ. ഇതെല്ലാം ട്രിവാൻഡ്രത്തേക്ക് ആയിരിക്കും. ഭയങ്കര ബ്ലോക്കാണ്. ഈ ഫ്രണ്ടിൽ പോകുന്ന ടെമ്പോ ട്രാവലറൊക്കെ അങ്ങോട്ടേക്കുള്ളത് തന്നെയാണ്. തുറവൂര് കഴിഞ്ഞപ്പോൾ ബ്ലോക്കൊക്കെ ഇച്ചിരി കുറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എപ്പോൾ പോകുമ്പോഴും ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ്, എസ്പെഷ്യലി കേരള ഫുഡൊക്കെ. പിന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് തീം എന്ന് പറയുന്നത് കേരള തീമാണ്. കേരള ട്രഡീഷൻ ആൻഡ് കൾച്ചർ എല്ലാം നന്നായിട്ടിങ്ങനെ കാണിക്കുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം. കുറേ ഷോ പീസസ് ഒക്കെ ഇവർ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കണ്ടില്ലേ ഒരു വള്ളം, അതിൻ്റെ മേളിൽ പുട്ട്. പിന്നെ ഇവിടെയുള്ള പെയിൻറ്റിങ്സ് എല്ലാം കേരള ട്രഡീഷൻ ആൻഡ് കൾച്ചർ കാണുന്ന രീതിയിലുള്ളതാണ്. നല്ല ടേസ്റ്റ് അല്ലേ കടലക്കറി? വറുത്തരച്ച കടലക്കറി എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ സുമ? നന്നായിട്ടുണ്ട്. നല്ല കറിയും നല്ല അച്ചു, ഇഷ്ടായോ? ഇവിടെ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. ഈ റെസ്റ്റോറൻറ്റിന്റെ ബാക്കിലായിട്ട് പാവയ്ക്ക തോട്ടം. ഇത് കണ്ടോ, എത്ര പാവയ്ക്ക കിടക്കുന്നേ നോക്കൂ. മണിക്കൂറുണ്ടോ ഇവിടെ നിന്ന്? 3:48. ഈ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഒത്തിരി ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നല്ലേ എല്ലാ സ്ഥലത്തും. റോഡ് വന്നു കഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കും അല്ലേ? എന്തായാലും നോക്കാം. 2 മണിക്ക് മുമ്പ് എത്തുമായിരിക്കും. 2 മണിയാവോ എത്തുമ്പോ? അല്ല, അവിടെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ സ്റ്റൈലായിട്ടിരിക്കുക. എല്ലാരും ഗ്ലാസ് വെച്ചു. എല്ലാരും വന്നേ, എല്ലാരും ക്യാമറയിലേക്ക് വാ. ശ്രേവാ, അതാ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇതുണ്ടോ, എല്ലാരും ഗ്ലാസ് വെച്ചു. സ്റ്റൈലിനല്ല കേട്ടോ, നല്ല ചൂടാ, പുറത്ത് വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ കണ്ടോ ബിൽഡിംഗ് ഒക്കെ ചെത്തി നിർത്തിയിരിക്കുന്നു. കൊല്ലം കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഇതാണ് കണ്ടോ, ഭയങ്കര ബ്ലോക്ക്. മുമ്പിൽ പോകുന്ന ഓട്ടോയുടെ മുകളിലൊക്കെ ചൂട്ട് കൊതുമ്പ് എല്ലാം ഉണ്ട് കണ്ടോ. ഇത് പോകുന്ന വണ്ടികളെല്ലാം അങ്ങോട്ടുള്ളതാണ്. പൊങ്കാലയ്ക്കുള്ള കലം മേടിച്ചിട്ടില്ലായിരുന്നു, ഇവിടുന്ന് വാങ്ങാൻ പോവാണ്. വാങ്ങിയിട്ട് വരാം. എങ്ങനെ ഇത്രയും വലിപ്പമുള്ളത് വേണം. 5 വെള്ളം ഒഴിച്ചു.
ഇതിന് പറ്റിയ അടപ്പ് എന്തെങ്കിലും ഉണ്ടോ? അടുപ്പ് സ്റ്റീലിന്റെ അത് ചെറുതല്ലേ ചേട്ടാ? ആ മതി, എടുത്തോ? മൂന്നെണ്ണം. ഇത് ഇത് അത് വേണം. മാറ്റി, അത് വേണ്ട. അല്ലേ? അതിൽ നിന്ന് ഒരെണ്ണം കൂടി എടുത്താൽ ഓ, ഇവിടെ വേണോ വിടോ? ഞാൻ പൊങ്കാലയുടെ വെള്ളം ഒഴിച്ച് കാണിക്കുന്നുണ്ടോ? ചോർച്ച ഉണ്ടോ നോക്കണം. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ്, സൈഡിലാണ് ഇപ്പൊ. അവിടെ ഒക്കെ അടുപ്പ് വന്നിട്ടുണ്ട്. നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിട്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ ഒക്കെ കണ്ടോ? ഇവിടെ ഒക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ സ്ഥലം പിടിച്ചല്ലോ. പേരെഴുതി വെച്ചിട്ടുണ്ടോ? പേപ്പറിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ. ചിലപ്പോ അറിയില്ല, നോക്കാം. ബുക്ക്ഡ് ബൈ പ്രിയ പൈ. ഞാൻ വിളിച്ചു പറയാം. ഓക്കെ, താങ്ക് യു. ശ്രേ, ഏതാ ഫ്ലോറ്? 6th. ഓക്കെ. ഞങ്ങളിപ്പോ ഹോട്ടലിലെത്തി. നിങ്ങൾ എവിടെയാ? ഇവിടെയാണോ? ബൈ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. നല്ല റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. 2 റൂമാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ റൂം ഞാൻ കാണിക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഭയങ്കര എത്നിക് ആയിട്ടുള്ള ചെയേഴ്സ് അല്ലേ? നല്ല ഭംഗിയുണ്ട്. വുഡൻ ഫ്ലോറിംഗ് ഒരു സൈഡില്. ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ്. ഇവിടെ ഇത്രയും ടൈലാണ്. ഇതിനൊക്കെ എന്തൊരു ഭംഗിയല്ലേ? സുമയുടെ ഡ്രസ്സിന് മാച്ച്. കണ്ടോ? സുമയുടെ ഡ്രസ്സും ഇതും ഇതൊക്കെ നോക്കി. 3 കൂടി അതിനൊരു പാട്ട് കൂടെ പാടാം. നല്ല റൂമാണ്. എനിക്ക് മാച്ചാ. ഞാൻ കണ്ടോ? എനിക്ക് മാച്ചാണ്. നല്ല വ്യൂ ഉണ്ട് തോന്നുന്നു. പുറത്തേക്ക് വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം സിറ്റി മുഴുവൻ കാണാം. ബെല്ലടിച്ചോളാം. നല്ലൊരു ബെഡ്. ഭയങ്കര ഒരു എത്നിക് ലുക്ക്. കംപ്ലീറ്റ് അല്ലേ? വലിയൊരു മിറർ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലൈറ്റ്. ഇനി നമുക്ക് അവരുടെ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏകദേശം ഇതുപോലെയാണ്. കുറച്ചുകൂടെ ചെറുതാണ്, ബട്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാൻ. ബെഡും ചെയേഴ്സും ഒക്കെ. ഈ റൂമും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ 2 ബെഡ് ഇങ്ങനെ. ഇത് സെപ്പറേറ്റ് ബെഡാണ്. സിംഗിൾ ബെഡ് ആയിട്ട് ഇട്ടിട്ട് ഇത് കണ്ടോ? ചെയേഴ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഒരു മിറർ. കൊള്ളാം അല്ലേ? ഓക്കെ. ഹായ്.
എടുത്തു സാധനം. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലില് താഴെ ഇതിങ്ങനെ ചൂട്ടൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്ന ചൂട്ടൊക്കെ പേരെഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ, നാളത്തേക്കുള്ളത്. ട്രിവാൻഡ്രത്തുകൂടി വെറുതെ രാത്രി ഞങ്ങളൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, എല്ലാ സ്ഥലത്തും ഇതുപോലെ ലൈറ്റ്സ് എല്ലാം ഇട്ട് ഇല്യൂമിനേഷൻ കണ്ടോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിപ്പോ കരമനയാണ്, കിള്ളിപ്പാലം. എത്ര ദൂരേന്ന് വരുന്നതെന്ന് അറിയാമോ? ഇവരെല്ലാം ഉണ്ട് പൊങ്കാലടുത്ത്. ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങും അത്രേ. ഭക്ഷണം കൊടുക്കാൻ ഇവിടെ ലെഫ്റ്റില് ക്യൂ ഉണ്ടോ, അവിടെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത് കണ്ടോ, എത്ര ദിവസം മുമ്പ് ഇന്ന് രാവിലെ തന്നെ വന്ന് ഇവിടെ കിടക്കാണ് റോഡില്. ഓരോരുത്തർ കണ്ടോ, ഇവിടെ ഒക്കെ അവരിവിടെ താമസിക്കും, ഇവിടെ കിടന്ന് ഉറങ്ങും. ഇത് കണ്ടോ, ഇവരെവിടെ പോയി ഉറങ്ങാനാ? ഇവിടെ കിടന്ന് ഉറങ്ങും ഇവരെല്ലാരും. സൈഡ് കിട്ടുന്നുണ്ടോ വീഡിയോയില്? സൈഡിൽ കിട്ടുന്നുണ്ടല്ലേ? ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ടോ? ഇനി നാളെ രാവിലെ 10:30-ക്കാണ് അടുപ്പില് തീ വരിക. അത്രയും നേരം അവരിവിടെ ഇരിക്കും. ഇവിടെ അടുത്തൊക്കെ പബ്ലിക് ബാത്റൂംസ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെ നേരെ പോയാൽ ചാല മാർക്കറ്റാണ്. അതിലെ പോയാല് നേരെ കിഴക്കേക്കോട്ടയിൽ എത്തും. ഇത് കംപ്ലീറ്റ് ചാല മാർക്കറ്റ് എന്ന് പറയും, ഇവിടെ തൊട്ട് അവിടം വരെ. ഇതിലേ പോയാലും ആറ്റുകാൽ ദേവിയുടെ എത്താം. കിള്ളിപ്പാലമാണിത്. ഇവിടെ ഒക്കെ കണ്ടോ, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് എന്ത് രസമാണ് നോക്കിയേക്കും. ഇതല്ല, ഇവിടെ എല്ലാം നാളെ ഇതൊക്കെ സർവീസ് ആണോ? ഓരോരുത്തർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ചൂട്ട് തികയാത്തവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും. നാളെ ഇതൊക്കെ ഫ്രീ ആയിരിക്കും ഈ ഭക്ഷണം. അതെ, ഓരോ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഓരോ മുക്കിലും മൂലയിലും അവരിങ്ങനെ സംഭാരം, സംഭാരം, റോസ് മിൽക്ക്, നാരങ്ങ വെള്ളം ഇഷ്ടം പോലെ ഇങ്ങനെ. പിന്നെ റോഡിലൊക്കെ പൊങ്കാല ഇടില്ലേ, വീടിന്റെ മുന്നിൽ ഇടുന്നവർക്കൊക്കെ, വീടിന്റെ കോമ്പൗണ്ടിൽ ഇടുന്നവർക്ക് ആ വീട്ടുകാർ ഭക്ഷണം കൊടുക്കും ഉച്ചയ്ക്ക്. അല്ലാതെ റോഡിൽ ഇടുന്നവർക്കൊക്കെ ഓരോ ജംഗ്ഷനിലും വണ്ടികളില് പൊതിച്ചോറ്, അതുപോലെ പ്ലേറ്റില് ഇങ്ങനെ പേപ്പർ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഊണൊക്കെ കൊടുക്കും. നല്ല കാര്യം. ഇത് വെക്കാൻ വെച്ചേക്കാം. ഞാൻ അവിടെ നോക്കി ചെറിയ സംശയം തോന്നിയിട്ടോ. ഞാനിവിടെ ഉച്ചയ്ക്ക്